ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ വിവിധ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ഗ്രൂപ്പിൽ ജോയിൻ ആവാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ, ഞാൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇപ്പം കുറച്ച് 2-3 വർഷത്തിന് ശേഷം വിളിക്കുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഓക്കെ, PWD ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ക്ലാസ്സസ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ മുന്നേ കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം മൺഡേ മുതൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ പേജസും അതുപോലെ തന്നെ നമുക്കതിൻ്റെ സിലബസും നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ 071/2024 ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/6/2024 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് വർക്ക് PWD ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. സ്കെയിൽ ഓഫ് പേ നോക്കൂ, 2 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കറൻ്റ്ലി. അപ്പോൾ ഇനി വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് നമുക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് വന്ന് 19 to 40 വരെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. 2/1/1984 മുതൽ 1/1/2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർക്ക് ഈ ഒരു ഏജ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നമ്മുടെ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻസി വരുന്ന ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ടെലി കമ്മ്യൂണിക്കേഷൻ, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ഓഫ് ദി മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ MSc ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ് ഒക്കെ കഴിഞ്ഞവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങളിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് നമുക്ക് നോക്കാം. നമ്മൾ മൺഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു വാസ്റ്റ് സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസം കുറച്ച് പോർഷൻസ് പഠിച്ചു പോവാം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് നമ്മുടെ ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഓൾറെഡി നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എല്ലാം തന്നെ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇലക്ട്രോണിക്സിൻ്റെ PN ജംഗ്ഷൻ മുതൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, സെനർ ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. റെക്ടിഫയേഴ്സ്, പിന്നെ ട്രാൻസിസ്റ്ററിന് തന്നെ വിവിധ കോൺഫിഗറേഷൻ, CB, CE, CC കോൺഫിഗറേഷൻ, അതിൻ്റെ ആംപ്ലിഫയർ, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംപ്ലിഫയേഴ്സ്, പിന്നെ വരുന്നത് ബയാസിങ്, ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ഓഫ് ആംപ്ലിഫയേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം അതിൻ്റെ ആപ്ലിക്കേഷൻസ് വൈസ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കമ്പാരിസൺസ്, പിന്നെ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, ഫേസ് ഷിഫ്റ്റ്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഇതെല്ലാം തന്നെയാണ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 തന്നെ വളരെ വാസ്റ്റാണ്. നമ്മളൊരു ചെറിയൊരു ഇപ്പോൾ ഡയോഡ് എന്നൊരു ടോപ്പിക് എടുക്കാൻ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ സെക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസിക്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് മൊഡ്യൂൾ 2 വരുന്നത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഇതിൽ വരുന്നത് ഒപ്പാം, അതിൻ്റെ പിന്നെ ക്ലോസ് ലൂപ്പ് ഗെയിന്, ബാൻഡ് വിഡ്ത്ത്, അതിൽ തന്നെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ലീനിയർ ഒപ്പാം സർക്യൂട്ട്, ഇൻവെർട്ടർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയേഴ്സ്, സമ്മിങ് ആംപ്ലിഫയേഴ്സ്, അത് വരുന്നുണ്ട് ഒരു സെക്ഷൻ. പിന്നെ നോൺ ലീനിയർ ഒപ്പാം സർക്യൂട്ട്സ്, ഫിൽറ്റേഴ്സിനെ കുറിച്ചും, കമ്പാരറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഓക്കെ, അത് തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ഡിഫറൻഷ്യേറ്റ്, ഇത് നമുക്ക് മൊഡ്യൂൾ 2 വരുന്നത്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 3 വരുന്നത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് തന്നെ എല്ലാ പോർഷൻസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം മുതൽ, ബേസിക് നമ്പർ സിസ്റ്റം മുതൽ തന്നെ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ തന്നെ ഡിമോർഗൻസ് തിയറം, കൺവേർട്ടേഴ്സ്, EEPROM, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ലോജിക് ഫാമിലീസ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പഴയ സിലബസ് ആണ്. ഇനി അപ്ഡേറ്റഡ് സിലബസിലും മിക്കവാറും ഈ സിലബസ് തന്നെയാണ്. ഇതിനെ കുറച്ച് അപ്ഡേറ്റ് ചെയ്താലും ഈ പോർഷൻസ് എല്ലാം തന്നെ നമുക്ക് പഠിക്കാൻ കാണും. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 4 വരുന്ന മൈക്രോ പ്രൊസസ്സർ. ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് 8086 ആണുള്ളത്. പിന്നെ അതിൽ കൂടാതെ തന്നെ അതിൻ്റെ തന്നെ അഡ്രസ്സിംഗ് മോഡ്സ്, പ്രോഗ്രാംസ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് 8255 ഇതിൻ്റെ എല്ലാ മോഡ്സും പിൻസും ഒക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ മൈക്രോ കൺട്രോൾ 8051 മൈക്രോ കൺട്രോളർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8086ഉം 8051 ആണ് കൂടുതൽ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ ചെറിയ 8255 അതൊക്കെ നിങ്ങൾ പിൻസ് അത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 5 കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്.
അതിൽ വരുന്ന സിഗ്നൽസ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ട്രാൻസ്മിറ്റർ, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോംസ്, ഇതും എല്ലാം വരുന്നുണ്ട്. ടെലിവിഷൻ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, മോഡുലേഷൻ ടെക്നിക്സ്, മൾട്ടിപ്ലെക്സിങ് ടെക്നിക്സ്, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 6 വരുന്നത് പവർ ഇലക്ട്രോണിക്സ്, ഓപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC, മെഷറിംഗ് എക്യുപ്മെൻറ്റ്. ഇതിൽ നമ്മുടെ പവർ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാം തന്നെ വരുന്നത് SCR, UGT, ട്രയാക്ക്, ഡയാക്ക്, ഇതിനെല്ലാം കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ നമ്മൾ റെഫർ ചെയ്ത് തന്നെ പഠിക്കുകയാണ്. കൺവേർട്ടേഴ്സിന് ചോപ്പേഴ്സ് ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സായ മൾട്ടിമീറ്റർ, CRT, LED, LCD, അതെല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 7 ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇത് കുറച്ച് ഇലക്ട്രിക്കലിൻ്റെ ടോപ്പിക്സ് ആണ്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ, AC DC, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോമാഗ്നറ്റിസം, പിന്നെ ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, അങ്ങനെ സിമ്പിൾ പ്രോബ്ലംസ്, പിന്നെ സർക്യൂട്ട്, AC സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, DC മെഷീൻ, AC മെഷീൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഴയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മൺഡേ മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും പോർഷൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണ് ക്ലാസ്സസ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വീഡിയോ ക്ലാസ്സസും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ അക്കാഡമിയിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം PDF നിങ്ങൾക്ക് ഡെയിലി അയച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി നമുക്ക് ക്ലാസ്സൊക്കെ നടക്കണം. ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ, ഇലക്ട്രോണിക്സും ടെക്നീഷ്യൻ ഒക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. ക്ലാസ്സസ് നടന്ന് കറൻറ്റ്ലി ഇപ്പോൾ എക്സാം കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പാക്കി. ഇപ്പം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സുകാർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ ഈ നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.